ഏതൊരു നല്ല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കാൻ പറ്റുന്ന നല്ലൊരു മാസമാണ് വൈശാഖ മാസം. അതുകൊണ്ട് തന്നെ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയാണ് ഈ മെയ് മാസം 8-ാം തീയതി വ്യാഴാഴ്ച അതിശ്രേഷ്ഠമായ മോഹിനി ഏകാദശി വരുന്നത്. പുണ്യം നിറഞ്ഞ വൈശാഖ മാസത്തിലെ ഓരോ ദിവസവും നമ്മൾ ഭക്തിപൂർവ്വമാണ് ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു നല്ല കാര്യവും തുടങ്ങാൻ പറ്റുന്ന നല്ലൊരു മാസമാണ് വൈശാഖ മാസം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന മോഹിനി ഏകാദശിയെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പാലാഴി മദനം നടക്കുമ്പോൾ ലഭിച്ച അമൃതകലശം അസുരന്മാർ കയ്യിലാക്കി. ഇതിൽ ദുഃഖിതരായ ദേവന്മാർ മഹാവിഷ്ണുവിനെ കണ്ട് സങ്കടം പറയുകയും അസുരന്മാരിൽ നിന്ന് അമൃത തിരികെ വാങ്ങുന്നതിന് വേണ്ടി ഭഗവാൻ മോഹിനി രൂപം കൈക്കൊള്ളുകയും ചെയ്തു. മോഹിനി വേഷത്തിൽ ഭഗവാൻ അസുരന്മാരിൽ നിന്നും അമൃത തിരികെ കൊണ്ടുവന്ന ദിവസമായതുകൊണ്ടാണ് ഈ ദിവസം നമ്മൾ മോഹിനി ഏകാദശി എന്ന് അറിയപ്പെടുന്നത്. ഓരോ ഏകാദശിക്കും പിന്നിലും ഓരോ ഐതിഹ്യങ്ങളുണ്ട്. ഈ വർഷം 2025 മെയ് മാസം 8-ാം തീയതി വ്യാഴാഴ്ചയാണ് മോഹിനി ഏകാദശി വരുന്നത്. എല്ലാ ഏകാദശി വ്രതവും അനുഷ്ഠിക്കുന്നത് പോലെ തന്നെയാണ് ഈ മോഹിനി ഏകാദശി വ്രതവും അനുഷ്ഠിക്കേണ്ടത്. ദശമി, ഏകാദശി, ദ്വാദശി എന്ന് 3 ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ദശമി ദിവസം ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരിയാഹാരം പാടുള്ളൂ. വൈകിട്ട് പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കാം. ഇനി ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത്. പൂർണ്ണമായിട്ട് ഉപവാസം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് പാലോ പഴവോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും എടുത്ത് നമുക്ക് വ്രതം എടുക്കാവുന്നതാണ്. ചിലർ വെള്ളം മാത്രം കുടിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിക്കാറുണ്ട്. ചിലർ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ വ്രതം നോക്കുന്നവരുണ്ട്. അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വ്രതം നോക്കിയാൽ മതി കേട്ടോ. ഏകാദശി ദിവസം തലയിൽ എണ്ണ തേച്ച് കുളിക്കാനൊന്നും പാടില്ല. അതുപോലെ തന്നെ പകലുറക്കവും പാടില്ല. അതുപോലെ തന്നെ ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും തുളസിയില പറിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ പൂജയ്ക്ക് ആവശ്യമുള്ള തുളസിയില ദശമി ദിവസം തന്നെ പറിച്ച് വെക്കേണ്ടതാണ്. ഏകാദശി ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുക. അതിനുശേഷം ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർ ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. അമ്പലത്തിൽ പോകാൻ പറ്റാത്തവർ വീട്ടിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഏകാദശി ദിവസം ഭഗവത്ഗീത പാരായണം ചെയ്യുന്നതും കേൾക്കുന്നതും അതിശ്രേഷ്ഠമാണ്. ഓം നമോ ഭഗവതേ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ തുടങ്ങിയ മന്ത്രങ്ങൾ ജപിക്കുന്നതും നല്ലതാണ്. ഏകാദശി ദിവസം തുളസി നനയ്ക്കുന്നതും തുളസിക്ക് വലം വയ്ക്കുന്നതും തുളസി പൂജ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ഏകാദശി വൈകിട്ട് തുളസി തറയിൽ ഒരു നെയ്ദീപം തെളിക്കുന്നതും അതിവിശേഷമാണ്. ഏകാദശി ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഹരിവാസര സമയം. ഏകാദശി തിഥിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശി തിഥിയുടെ ആദ്യത്തെ 15 നാഴികയും ചേരുന്ന 12 മണിക്കൂർ സമയമാണ് ഹരിവാസരം എന്ന് പറയുന്നത്. ഈ ഒരു സമയം ഭഗവാന്റെ പ്രസൻസ് ഭൂമിയിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ സമയം മറ്റൊരു ചിന്തയും മനസ്സിൽ വരാതെ ഭഗവത് നാമങ്ങൾ ഉച്ചരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഈ സമയം അഖണ്ഡനാമം ജപിക്കുക, വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, വിഷ്ണു സഹസ്രനാമം തുടങ്ങിയ ജപിക്കുന്നതും നല്ലതാണ്. ഏകാദശി ദിവസം ഭഗവാന്റെ ഏറെ പ്രിയപ്പെട്ട 28 നാമങ്ങൾ 108 ജപിക്കുന്നതും നല്ലതാണ്. ഈ ദിവസം മാത്രമല്ല നമ്മൾ നിത്യേന ചൊല്ലുന്നതും വളരെ ശ്രേഷ്ഠമാണ് കേട്ടോ. മോഹിനി ഏകാദശി തിഥി വരുന്നത് ഈ വർഷം 2025 മെയ് മാസം 7-ന് രാവിലെ 10:20 ആരംഭിച്ച് മെയ് മാസം 8-ന് ഉച്ചയ്ക്ക് 12:29 അവസാനിക്കുന്നു. പാരണ വീടേണ്ട സമയം മെയ് 9-ന് രാവിലെ 5:52 മുതൽ 8:25 വരെയാണ്. ആ സമയത്താണ് പാരണ വീടേണ്ടത്. ഹരിവാസരം വരുന്നത് മെയ് 8-ന് രാവിലെ 7:05 മുതൽ സന്ധ്യയ്ക്ക് 7:06 വരെയുള്ള സമയത്താണ് കേട്ടോ. അന്നേ ദിവസം അവരവർക്ക് സാധിക്കുന്ന പോലെ തന്നെ വ്രതം നോറ്റ് വിഷ്ണു ക്ഷേത്രത്തിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നതൊക്കെ വളരെ ശ്രേഷ്ഠമാണ്. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ വീട്ടിൽ തന്നെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളത്തിൽ തുളസിയില ഇട്ടോ അല്ലെങ്കിൽ അല്പം മലരും തുളസിയിലയും അതുപോലെ ഇത്തിരി ചന്ദനമൊക്കെ ചേർത്തിട്ട് ആ വെള്ളം കുടിച്ചിട്ട് നമുക്ക് പാരണ വീടാം. ഒരുപാട് സവിശേഷതകളുള്ള ഈ പുണ്യമായിട്ടുള്ളൊരു മാസമാണ് വൈശാഖ മാസം. അതുകൊണ്ട് തന്നെ ഈ വൈശാഖ മാസത്തിലെ മോഹിനി ഏകാദശി വ്യാഴാഴ്ച ദിവസമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇരട്ടി ഫലമാണ് കേട്ടോ. ഈ ഏകാദശി വ്രതത്തിൻ്റെ ഫലങ്ങൾ എണ്ണിയിൽ തീരാത്ത അത്രയാണ്. അപ്പോൾ വ്യാഴാഴ്ച ദിവസം ഏകാദശി വരുന്നത് തന്നെ അത്ര പുണ്യകരമായിട്ടുള്ള ദിവസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും വ്രതം അനുഷ്ഠിച്ചാൽ മാത്രമേ പുണ്യഫലസിദ്ധി നമുക്ക് ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും ഇത്തവണത്തെ മോഹിനി ഏകാദശി വ്രതം എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.